മക്കൾസ്, നമ്മൾ +1 എക്സാമിനേഷനൊക്കെ അടിപൊളിയായിട്ട് എഴുതി നമ്മുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ +2 ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ ചില സ്കൂളുകളിലൊക്കെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ട്യൂഷന് പോകുന്ന മക്കളാണെങ്കിൽ അവിടെ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? നമ്മുടെ +1 പോലെയാണോ +2 എന്ന് പറയുന്നത്? നിങ്ങളുടെ സീനിയേഴ്സിനോട് കഴിഞ്ഞ വർഷം വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ +1നേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് +2 എന്നൊക്കെ പറഞ്ഞാണ് അവർ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് പറയും +1 പോലെയല്ല +2 എന്ന് പറയുന്നത്. അവരുടെ എക്സാമിനേഷൻ അത്രയേറെ കഠിനമായ എക്സാമിനേഷനായിരുന്നു ഈ കഴിഞ്ഞ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഫിസിക്സിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈച്ച് ആൻഡ് എവരി പോയിന്റിലൂടെ കടന്നു പോയെങ്കിൽ, ആ ലൈൻ ബൈ ലൈനിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്കിലൂടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ചുമ്മാ അതൊരു കാണാതെ പഠിത്തം കൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ലൊരു മാർക്കിലോട്ട് സ്കോർ ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ +1 നമ്മുടെ സൈലത്തിൻ്റെ മാരത്തോൺ ലൈവും അതേപോലെ തന്നെ നമ്മുടെ സൂപ്പർ 60 ഒക്കെ കണ്ടിട്ടാണ് നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ പോയത്. അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ അടിപൊളിയായിട്ട് എക്സാമിനേഷനൊക്കെ എഴുതി എല്ലാ എക്സാമിനേഷൻ എളുപ്പത്തിൽ നമ്മൾ എഴുതിയാണ് പുറത്തിറങ്ങിയത്. എന്നാൽ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ കാര്യം നേരെ തിരിച്ചായിരുന്നു. അവർ നമ്മൾ പഠിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചതെങ്കിലും അല്പം ഒന്ന് വളച്ചും തിരിച്ചു വയ്ക്കുകയാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ ആ സബ്ജക്റ്റിനെ പഠിക്കേണ്ടതുണ്ട്. ഓരോ സബ്ജക്റ്റും കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ +1 നിങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നത് മെക്കാനിക്സ് ആണ് അല്ലേ. മോഷനെ കുറിച്ചും അതേപോലെ തന്നെ റെസ്റ്റിനെ കുറിച്ചും കൈനാമാറ്റിക്സും ഡൈനാമിക്സും സ്റ്റാറ്റിക്സ് ഒക്കെയാണ് നിങ്ങൾ ഇവിടെ പഠിച്ചത്. മെക്കാനിക്സ് ആണ് പ്യുവർലി നിങ്ങൾ +1 പഠിച്ചത്. അതിൽ നിന്ന് വളരെ ഒരു ചേഞ്ചാണ് നമ്മുടെ ഈ +2 വരുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ +2 ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഇലക്ട്രിസിറ്റി, അതേപോലെ തന്നെ ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്. ഈ മോഡേൺ ഫിസിക്സ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഒപ്റ്റിക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഒപ്റ്റിക്സ് നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്, മിററിനെ കുറിച്ചും ലെൻസിനെ കുറിച്ചൊക്കെ. ഒപ്റ്റിക്സിൽ തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ വേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ലൈറ്റിൻ്റെ വേവിനേഷനെ കുറിച്ചുള്ള പഠനമാണ്. ഇങ്ങനെ നിങ്ങൾ കേട്ടതും കേൾക്കാത്തതുമായ കുറേ കാര്യങ്ങളാണ് നമ്മൾ എവിടെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മുടെ +2 ഫിസിക്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്ന് വന്നു, +1 വന്നു, വലിയ കുഴപ്പമൊന്നും കൊണ്ടായിട്ടില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. എന്നാൽ നിങ്ങൾ +1 നിന്ന് +2 വരാൻ നേരത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഫിസിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളവിടെ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് നിർബന്ധമാണ്. നിങ്ങൾ ഇപ്പോൾ ട്യൂഷൻ പോകുന്നു, ആ ട്യൂഷൻ ക്ലാസ്സിൽ ട്യൂഷൻ നല്ലതാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അവിടെ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ ഉറപ്പായും നിങ്ങൾ അതർ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചാൽ NCERT ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുമെന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധാരണ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അല്പം പ്രയാസമുള്ള കാര്യമാണ്. ആ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും എക്സാമിനേഷൻ കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതേപോലെ തന്നെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാനും പ്രാപ്തരായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രോപ്പർ ഗൈഡൻസ് മക്കളെ നിങ്ങൾക്ക് നിർബന്ധമാണ്. ഈ വർഷം ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടതാണ്. കാരണം ആദ്യം മുതൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നല്ലൊരു മാർക്കിലൂടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ നമ്മുടെ മുന്നിൽ 11 മാസമാണ് എക്സാമിന് വേണ്ടിയുള്ളത്. ഈ 11 മാസം നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ ആ 11ാമത്തെ മാസം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു മാർക്കിലൂടെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് നമ്മുടെ അഗ്നി ബാച്ച് ഉള്ളത്. അഗ്നി ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം മുതലേ തന്നെ നമ്മുടെ അഗ്നി ബാച്ചിലൂടെ നിന്ന് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പഠിച്ച് നല്ലൊരു മാർക്കിലൂടെ എത്തിച്ചേരുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.